ഹായ് ഫ്രണ്ട്സ്, HSST പരീക്ഷ കഴിഞ്ഞു. ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നോൺ വൊക്കേഷണൽ ടീച്ചർ ഇംഗ്ലീഷാണ്. ഇത് HSST പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ്. അതേ സ്കെയില്, അതേ സിലബസ്, അതായത് ഒരേ സിലബസാണ്. HSSTയുടെയും NVTയുടെയും ഇംഗ്ലീഷിനെയും സിലബസ് സെയിം ആണ്. ഇപ്പോൾ HSST പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചുകൂടി ലളിതമായിരിക്കും. HSSTക്ക് വേണ്ടി നമ്മൾ പ്രതീക്ഷിച്ച പോലെ ചില ആൾക്കാർ ഭംഗിയായി പ്രതീക്ഷിച്ചു, പക്ഷേ അത് അങ്ങനെ ആയില്ല. സ്വാഭാവികമാണ്, ഏത് പരീക്ഷയും അങ്ങനെയാണ്. നമ്മുടെ പ്രതീക്ഷ പോലെ ഒന്നും വരില്ല. പക്ഷെ നമ്മുടെ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുക. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ടെസ്റ്റ് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ കഴിയും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതിശാസ്ത്രം. അപ്പോൾ NVT ഇംഗ്ലീഷ് എന്താണെന്ന് നോക്കാം നമുക്ക്. NVT ഇംഗ്ലീഷ് ക്രാക്ക് ചെയ്യാനുള്ള സ്ട്രാറ്റജിയെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. വളരെ മെറ്റിക്കുലസ് പ്രിപ്പറേഷൻ നടത്തുകയാണെങ്കിൽ ഏകദേശം HSSTയുടെ സിലബസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി അടുത്തത് NVT ആണ്. അപ്പോൾ NVTയിൽ നിങ്ങൾക്ക് ഭംഗിയായി പെർഫോം ചെയ്യാൻ കഴിയും. ഇതിൻ്റെ മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം നമുക്ക്. ഇതേ മാർക്സ് തന്നെ, അതായത് ലിറ്ററേച്ചർ പാർട്ടിന് 70 മാർക്ക്, 40 + 30, 30 + ജനറൽ പേപ്പർ. ഇതാണ് ജനറൽ പേപ്പർ. ഈ ലിറ്ററേച്ചർ പാർട്ട് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. അതായത് 13 മൊഡ്യൂളാണുള്ളത്. ആദ്യത്തെ 8 മൊഡ്യൂള് 4 ഡീറ്റെയിൽഡും 4 നോൺ ഡീറ്റെയിൽഡും 40 മാർക്സ് ആണ്. പിന്നെ വരുന്നത് അമേരിക്കൻ ലിറ്ററേച്ചർ, ലിറ്റററി തിയറി ഉൾപ്പെടുന്ന, കൾച്ചർ സ്റ്റഡീസ് ഉൾപ്പെടുന്ന 5 പേപ്പേഴ്സ്, ഫോണറ്റിക്സ്, ഗ്രാമർ, ലിംഗ്വിസ്റ്റിക്സിൻ്റെ പാർട്ടുള്ള 5 പേപ്പർ, അതിന് 30 മാർക്സ്, അങ്ങനെ 70 മാർക്ക്. പിന്നെ 30 മാർക്സ് കേരള റെനൈസൻസും കോൺസ്റ്റിറ്റ്യൂഷനും ടീച്ചിങ് ആപ്റ്റ്യൂഡൊക്കെ ബന്ധപ്പെടുന്ന ഭാഗങ്ങൾ. അപ്പോൾ ഈ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ഈ 30 മാർക്കും കൊടുക്കേണ്ടത്. അപ്പോൾ 40 + 30 + 30, നിങ്ങൾക്കറിയാം കട്ട് ഓഫ് മാർക്ക് ഒരു 50 വരികയാണെങ്കിൽ മാക്സിമം മാർക്ക് ഈ ജനറൽ പേപ്പറിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് സ്കോർ, നല്ല സ്ഥാനം കിട്ടും, നല്ല റാങ്ക് നേടാൻ കഴിയും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കോർ സബ്ജക്റ്റ് പോലെ തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ജനറൽ പേപ്പറും പഠിക്കുകയാണെങ്കിൽ സുരക്ഷിതമായ സ്ഥാനം നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വേണ്ടി മനസ്സിലാക്കുക. 40, 30, 30 ആണ്. അതൊക്കെ HSST പരീക്ഷ പോലെ തന്നെ. അതിൽ HSST പരീക്ഷയിൽ എന്തെങ്കിലും പ്രയാസം നേരിട്ടില്ലെങ്കിൽ ആ പ്രയാസങ്ങൾ ഇതിൽ നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയും. ഇനി നെക്സ്റ്റ് വൺ നോക്കുക. കോർ സബ്ജക്റ്റ് സ്ട്രാറ്റജി നോക്കണം. അതായത് ലിറ്ററേച്ചറാണ്. അതായത് ഫൗണ്ടേഷൻ മൊഡ്യൂൾസ് ആണ്. മിക്കവാറും ലിറ്ററേച്ചറിലെ എല്ലാ പാർട്ടും ഉണ്ട്. ലാംഗ്വേജ് സ്കിൽസ് പരിശോധിക്കപ്പെടും. പിന്നെ വലിയ മോസ്റ്റ് സിലബസ് ആയതുകൊണ്ട് എല്ലാ മേഖലയും ടച്ച് ചെയ്യണമെന്നില്ല ചോദ്യങ്ങൾ, കേട്ടോ. അത് ഓർമ്മിക്കണമെങ്കിൽ മോസ്റ്റ് സിലബസാണ്. ഈ 100 ചോദ്യങ്ങൾ, 70 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എല്ലാ മേഖലകളും അത് ബന്ധപ്പെടാൻ കഴിയില്ല. ഇപ്പോൾ 35 നോവൽസ് തന്നെ ഉണ്ട്. ഈ നോവലുകൾ എല്ലാം തന്നെ ടച്ച് ചെയ്യാൻ കഴിയില്ല. ഒരു 10-20 പോയംസ് ഉണ്ട്. ഇതൊക്കെ കളക്ട് ചെയ്യാൻ പറ്റിയില്ല. ഷേക്സ്പിയറിൻ്റെ 3-4 വർക്ക്സ് ഉണ്ട്. അതൊന്നും എല്ലാം ടച്ച് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ജനറലായി നിങ്ങൾക്ക് എല്ലാത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ആ പീരീഡ് വൈസ് അറിയണം. അതിൻ്റെ കാലുമായി ബന്ധപ്പെട്ട് തിയറിയും ലിറ്ററേച്ചറും ഒന്നിച്ച് പഠിക്കാൻ ശ്രമിക്കണം, കേട്ടോ. അതുപോലെ തന്നെ ലിംഗ്വിസ്റ്റിക്സ്, കൾച്ചർ തിയറി ഒക്കെ നിങ്ങൾ ലിറ്റററി തിയറിയും കൾച്ചർ സ്റ്റഡീസൊക്കെ നന്നായി പഠിച്ചു പോകാൻ കഴിയണം. ഇനി അതാണ് നോക്കേണ്ടത്. കോർ സബ്ജക്റ്റ് സ്ട്രാറ്റജി നോക്കണം നിങ്ങൾക്ക്. അതായത് മൊഡ്യൂൾ ഫൗണ്ടേഷൻ മൊഡ്യൂളാണ്. അതിന് 40 മാർക്സ് ആണ്. അതായത് ഫൗണ്ടേഷൻ മൊഡ്യൂൾസ് കവറിംഗ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് ലാംഗ്വേജ് സ്കിൽസ് ആണ് 40 മാർക്സ്. പിന്നെ അമേരിക്കൻ ലിറ്ററേച്ചറും തിയറിക്കും 30 മാർക്സ്, ജനറൽ പേപ്പർ 30 മാർക്സ്. ഇനി നമ്മൾ നോക്കാം. നമ്മൾ പ്രെപ്സ്കിൽ ലേണിംഗ് ആപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതായത് ടോപ്പിക് ഇൻ്റർലിങ്കിങ് സ്ട്രാറ്റജിയാണ്. തിയറിയും അതുപോലെ തന്നെ ലിറ്റററി വർക്ക്സ് ഒരുമിച്ച് പഠിപ്പിക്കും. അതായത് നിങ്ങളൊന്നും തന്നെ ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കോൺസെപ്റ്റ്സ് മനസ്സിലാക്കിയിട്ട്, ആ പീരീഡ് മനസ്സിലാക്കിയിട്ട്, കണ്ടംപററി അതായത് ആ പീരീഡ് മനസ്സിലാക്കിയിട്ട് ഓരോ കാലഘട്ടം മനസ്സിലാക്കി കൃത്യമായി പഠിച്ചു പോകണം. അതിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ആവിഷ്കരിക്കുന്നത്. പിന്നെ ജനറൽ പേപ്പർ ആണെങ്കിൽ 30 മാർക്സിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ക്ലാസ്സസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ
ഷോർട്ട് നോട്ട്സ്, എല്ലാത്തിൻ്റെയും ഡെയിലി എക്സാംസ്, ടോപ്പിക് വൈസ് എക്സാംസ്, ഓരോ ദിവസവും എക്സാംസ് ഉണ്ടാവും. പിന്നെ ടോപ്പിക് വൈസ് എക്സാംസ് ഉണ്ടാവും. അതുപോലെ നോട്ട്സ്, ലൈവ് ക്ലാസ്സസും റെക്കോർഡ് ക്ലാസ്സസും ഉണ്ടാവും. പുതിയ പുതിയ ക്ലാസ്സുകളാണ്. അത് NCTക്ക് വേണ്ടി, നോൺ വൊക്കേഷണൽ ടീച്ചർ ഇംഗ്ലീഷിന് വേണ്ടി പുതിയ ക്ലാസ്സുകൾ നൽകും. അങ്ങനെ ക്ലിയറായ എക്സ്പ്ലനേഷൻസ് ഒക്കെ ഉള്ള വളരെ കൃത്യമായ ക്ലാസ്സുകളായിരിക്കും. അതായത് നിങ്ങൾ വി ലേൺ ടുഗദർ, നിങ്ങളെ പഠിപ്പിക്കുകയല്ല, നിങ്ങളെ ഇൻസ്പയർ ചെയ്യുകയാണ് ഞങ്ങളുടെ ഉദ്ദേശം. കാരണം നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആണ്, PhD-കാരാണ്, MPhil ആളുകളാണ്, MEd ആളുകളാണ്, വെൽ ക്വാളിഫൈഡ് ആണ്. നിങ്ങളെ ചെറുകുട്ടികളെ പഠിപ്പിക്കുകയല്ല, നമ്മൾ ഇൻസ്പയർ, വി ലേൺ ടുഗദർ, ഒരു കൊളാബറേറ്റീവ് ലേണിംഗ് ആണിത്. അപ്പോൾ ഇതാണ് ഞങ്ങളെ സ്പെഷ്യാലിറ്റി. ജനറൽ പേപ്പർ ചെയ്യും ഞങ്ങൾ, ഇങ്ങനെയൊക്കെ ചെയ്യും ഞങ്ങൾ. ഡെയിലി എക്സാംസ്, റെഗുലർ പ്രാക്ടീസ് ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യും കൃത്യമായി. എന്നിട്ട് സ്റ്റുഡൻറ്റ് സപ്പോർട്ട് ഉണ്ടാവും. അതാണ് കേട്ടോ. അങ്ങനെയുള്ള രീതിയിൽ ക്ലാസ്സസ് നൽകും. അതുപോലുള്ള കൃത്യമായ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകപ്പെടും. ദെൻ ബാച്ച് ഡിലേറ്റ്സും മറ്റു കാര്യങ്ങളും അറിയാം. പുതിയ ബാച്ച് ഓഗസ്റ്റ് 16 ആരംഭിക്കുകയാണ്. ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും. നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ നിങ്ങൾ എക്സാംസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ തയ്യാറാക്കിയൊരു പുസ്തകമുണ്ട്, അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺ പേയ്മെൻറ്റ് നിങ്ങൾ നൽകുന്നതായിരിക്കും. ഈ പീരീഡ് വൈസ് കൃത്യമായി ഈ 13 മൊഡ്യൂൾസ് ഉൾപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് നോട്ട്സ് പ്രൊഫഷണൽ ലേണിംഗ് ആപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അതിന് പ്രത്യേക പേയ്മെൻറ്റ് വേണം, നിങ്ങൾ നൽകുന്നതായിരിക്കും. പിന്നെ ധാരാളം ടെസ്റ്റുകൾ, പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങളെ പ്രാപ്തരാക്കൂ. ധാരാളം ടെസ്റ്റുകളാണ് നിങ്ങൾ. ടെസ്റ്റുകൾ നിരവധി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ചോദ്യങ്ങളൊന്നും ഇതിൽ വരില്ല. അപ്പോൾ കൃത്യമായി നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു വളയത്തിലൂടെ, അതായത് നിങ്ങൾക്ക് അറിയുന്ന ആളുകളാണ് നിങ്ങൾക്കൊരു വളയം. എന്തിനാണ് നിങ്ങൾ കോച്ചിങ്ങിന് പോകുന്നത് വെച്ചാൽ, കോച്ചിങ്ങിനൊരു വളയത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഒരു വളയം വെച്ച് ചാടുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് NCT, ഈ നോൺ വൊക്കേഷണൽ ടീച്ചർ ഇംഗ്ലീഷ്, നിങ്ങൾക്ക് NVT ആണ്, നോൺ വൊക്കേഷണൽ ടീച്ചർ ഇംഗ്ലീഷ്, അത് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള എല്ലാവിധ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും. എല്ലാവർക്കും ഞങ്ങളുടെ വിജയാശംസകൾ കൊണ്ട് ബെസ്റ്റ് ഓഫ് ലക്ക്.